ഹലോ ജഗ്രേ. 108 ദിവസത്തെ ട്രാൻസ്ഫോർമേഷൻ ജേണിയുടെ 9ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം സ്വാഗതം സ്വാഗതം. ജീവിതത്തിൽ എപ്പോഴും നിങ്ങളെ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. എന്നാൽ അത് തിരുത്തണം കേട്ടോ. എപ്പോഴും ഒരാൾ വരില്ല നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഒരുപക്ഷെ നമുക്കൊരു മെൻറ്റർ വേണം, അല്ലെങ്കിൽ ഒരു കോച്ച് വേണം, അല്ലെങ്കിൽ ഒരു ടീച്ചർ, അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്, നമ്മുടെ പാർട്ട്ണർ. ഇവരാരെങ്കിലും എപ്പോഴും നമ്മളെ പുഷ് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി കേട്ടോ. പുറത്തുനിന്ന് ഒരാളും വരില്ല നമ്മളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾ പലപ്പോഴും ഇഷ്ടംപോലെ മോട്ടിവേഷണൽ വീഡിയോസോ അല്ലെങ്കിൽ പോഡ്കാസ്റ്റോ അതും അല്ലെങ്കിൽ റീൽസോ ഒക്കെ കാണുന്നുണ്ടാവില്ലേ? എന്നിട്ട് എന്താ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചക്കരെ? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. റീൽസ് കാണുമ്പോൾ ചിലപ്പോൾ 30 സെക്കൻഡ്, പോഡ്കാസ്റ്റ് ആണെങ്കിൽ ഒരു 25 മിനിറ്റ്സ്, അതും അല്ലെങ്കിൽ ഒരു വീഡിയോ ആണെങ്കിൽ 5-6 മിനിറ്റ്. അത്രയും സമയം നീ മോട്ടിവേറ്റഡ് ആയിരിക്കും ഇല്ലേ? എൻ്റെ പൊന്നുമക്കളെ, അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. നമ്മൾ ഈ ഒരു റീൽസ് കാണുമ്പോൾ അത് നമുക്ക് ശരിക്കും കുറച്ച് ഡോപ്പമിൻ തരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഓഫായി താഴേക്ക് പോകും. എന്താണ്? നമ്മൾ എപ്പോഴും മോട്ടിവേഷന് വേണ്ടി ഒരു എക്സ്റ്റേണലായിട്ടൊരു സാധനത്തിനെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. പുറമേ ഉള്ളൊരു കാര്യത്തെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ എപ്പോഴും പുറമേ നിന്നൊരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഡ്രൈവ് കിട്ടത്തുള്ളൂ. നമ്മുടെ ഉള്ളിൽ നിന്നൊരു ഡ്രൈവ് വേണം. നമുക്കിത് ചെയ്യണം, മുന്നോട്ട് പോകണം, ഐ വിൽ ഡു ദിസ് എന്ന് പറയുന്ന ആ ഒരു ഡ്രൈവ്, ഒരു കത്തുന്ന അഗ്നി, ഒരു ഫയർ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് ലക്ഷ്യവും ഏതൊരു ഗോളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത് പുറമേ ഉള്ളൊരു വ്യക്തിക്ക് തരിക എന്ന് പറഞ്ഞാൽ അയാൾക്ക് കുറേ ലിമിറ്റേഷനുണ്ട്. ഇതിൽ നമ്മൾ സ്വയം നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ശരിക്കും എക്സ്റ്റേണൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി തീരൂല്ലേ, നമ്മൾ പോയി എന്താ ചെയ്യുന്നത്? വീണ്ടും റീചാർജ് ചെയ്യും, വീണ്ടും യൂസ് ചെയ്യുമ്പോഴത്തെ ബാറ്ററി വീണ്ടും ഡൗൺ ആവും. പക്ഷെ ഒരു ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായിരിക്കണം നമ്മൾ. ഉള്ളിൽ നിന്ന് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. എല്ലാവർക്കും അറിയാം എബ്രഹാം ലിങ്കന്റെ കാര്യം അല്ലേ? തുടർച്ചയായി ജീവിതത്തിൽ പരാജയം നേരിട്ടപ്പോഴും ഒരിക്കലും അയ്യോ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ ലക്ഷ്യം എടുത്ത് കളഞ്ഞ ആളല്ല, അല്ലെ ആ പരിശ്രമം ഉപേക്ഷിച്ച ഒരു വ്യക്തിയല്ല. മറിച്ച് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്, എങ്ങനെ ഹൗ ക്യാൻ ഐ വിൻ എന്ന് പറഞ്ഞ് അദ്ദേഹം പൂർണ്ണമായും ആ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി കഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് എബ്രഹാം ലിങ്കണെ ഇന്ന് ഈ ഒരു വീഡിയോയിൽ സ്മരിക്കാൻ പറ്റുന്നത്. അദ്ദേഹം തോറ്റുപോയിരുന്നു, പദ്ധതി ഉപേക്ഷിച്ച് പോയിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഇന്നത് പറയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ എന്താണോ നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ളത്, അല്ലെ നമ്മളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണോ അവിടേക്ക് എത്താൻ വേണ്ടി നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ പുഷ് ചെയ്ത് കൊണ്ടുപോകണം. പലരും ന്യൂ ഇയർ ഒക്കെ വരുമ്പോഴേക്കും പുതിയ റെസൊല്യൂഷനൊക്കെ എടുക്കൂല്ലേ? ഞാൻ ഈ പ്രാവശ്യം ജിമ്മിൽ പോയി തകർത്ത് വരും, ഞാൻ 10 കിലോ എൻ്റെ ബോഡി വെയിറ്റ് കുറയ്ക്കും, ഞാൻ ഈ ഒരു ഫോമിലോട്ടാവും, എൻ്റെ കൃത്യമായ ഒരു റുട്ടീൻ പാലിക്കും, ഞാൻ വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേക്കും, ഇതെല്ലാം ഫിക്സ് ചെയ്യും. പക്ഷെ എന്താ സംഭവിക്കുന്നത്? 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും തളർന്നു പോകും. മോട്ടിവേഷൻ ഇല്ല, ഒരു ഡ്രൈവ് ഇല്ല. ഞാൻ പോകുന്ന ജിമ്മിലും പലരും വരാറുണ്ട്, ഇറഗുലറായിട്ടാണ് വരുന്നത്. അവരോട് ചോദിക്കുമ്പോൾ പറയും ഇന്നൊരു മൂഡില്ലായിരുന്നു. എത്ര മൂഡില്ലെങ്കിലും നമ്മൾ നമ്മളെ തള്ളിക്കൊണ്ട് പോകണം. ആർക്ക് വേണ്ടി നമ്മൾ ജിമ്മിൽ പോകുന്നത്? നമുക്ക് വേണ്ടിയാണ്. അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് ഡ്രൈവ് ഇല്ലെങ്കിൽ പോലും ഇല്ലാത്ത ഡ്രൈവ് ഉണ്ടാക്കി ഞാൻ ഇന്ന് പോയിരിക്കും എന്നൊരു ഡ്രൈവോട് കൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. സച്ചിൻ തെണ്ടുൽക്കർ അല്ലെങ്കിൽ വിരാട് കോഹ്ലി ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരു ഡ്രൈവ് ഇല്ലാത്തത് കൊണ്ടാണോ ഇവരെല്ലാം നമ്മൾ ഉദാഹരണമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ? ഇവരെല്ലാം കഠിന പരിശ്രമം നടത്തിയത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവരെ റോൾ മോഡലാക്കുന്നതും മാസ്റ്റർ ബ്ലാസ്റ്റർ എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു കോച്ച് ഉണ്ടായിരിക്കും, പക്ഷെ കോച്ച് ഉണ്ടെങ്കിൽ പോലും അവിടെ ചെന്ന് ക്രീസിൽ ചെന്ന് നിന്ന് കളിച്ചാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവരെ എല്ലാം ഒരു റോൾ മോഡലാക്കി നമ്മുടെ ജീവിതത്തിൽ എടുക്കണം. എപ്പോഴും ഒരാളും വരില്ല നമ്മളെ പുഷ് ചെയ്യാനായിട്ട്. ഉള്ളിൽ നിന്നുള്ള ഫയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. മുൻപ് എൻ്റെ കാലിൽ സർജറി കഴിഞ്ഞിട്ട് ഞാനും ഒരു 2 മാസം ബെഡ് റിഡൻ ആയിട്ട് കിടക്കുമായിരുന്നു. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഭയങ്കര മടിയായിരുന്നു, അതീവ വേദനയായിരുന്നു. പക്ഷെ എൻ്റെ ആഗ്രഹം എന്താ? എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് വരണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ഡ്രൈവ് ചെയ്ത് തന്നെ ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യാൻ പോയിരുന്നു. 2 ആഴ്ച ഫിസിയോതെറാപ്പി ചെയ്തു. അതിനുശേഷം ജിമ്മിൽ റെഗുലറായിട്ട് പോയി. ഇപ്പോൾ എനിക്ക് എത്ര സ്റ്റെപ്പ് വേണമെങ്കിലും കയറാം. മുമ്പ് ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ.
ഇപ്പോൾ എത്ര നിലയുള്ള വീട് വേണമെങ്കിലും എനിക്ക് കയറാൻ പറ്റുന്നുണ്ട്. എൻ്റെ യൂണിവേഴ്സ് അതിന് വളരെയധികം നന്ദിയുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ പല പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ അവിടെ ഒന്നും നമ്മൾ തളർന്നു പോകാതെ വേറൊരു വ്യക്തിയും വരില്ല നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള ഉറച്ച വിശ്വാസം ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടാവണം. നിങ്ങളിപ്പോൾ മോട്ടിവേഷൻ ഇല്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം എന്താണ്, എവിടെയാണ് നിങ്ങൾ കുടുങ്ങി നിൽക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതിപ്പോൾ തന്നെ ഈ വീഡിയോയിൽ കമൻ്റായിട്ട് എഴുതുക. എന്നിട്ട് നിങ്ങൾ അസസ് ചെയ്യണം എന്താണ് മുന്നോട്ട് പോകേണ്ടത്. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം ഫിക്സ് ചെയ്ത് നിങ്ങളത് നേടാൻ വേണ്ടി കഠിനമായിട്ട് പരിശ്രമിക്കുക. നിങ്ങളെ നോക്കി കളിയാക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ നോക്കി പുച്ഛിക്കുകയോ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ട മറുപടി എന്താണെന്നറിയാവോ? നിങ്ങളുടെ വിജയമാണ്. അത് കണ്ട് അവർ നിങ്ങളെ പ്രൈസ് ചെയ്യണം, നിങ്ങളെ പുകഴ്ത്തണം. അവരെ നീ എന്ത് മഹത്തായ ഒരു കാര്യമാണ് ചെയ്തത്, അതായിരിക്കണം നമ്മുടെ മറുപടി. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? നമ്മളിങ്ങനെ ഒരു മോട്ടിവേഷൻ ഇല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്താണ് നിങ്ങൾക്ക് നേടേണ്ട ഗോൾ എന്ന് നിങ്ങൾ ഫിക്സ് ചെയ്യുക. ഇന്നൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അത് ചെയ്യണം കേട്ടോ. എന്താണ് നിങ്ങളുടെ ഗോൾ എന്ന് ഫിക്സ് ചെയ്യുക. ആ ഗോൾ നേടാൻ വേണ്ടി നിങ്ങൾ എന്താണ് വർക്ക് ചെയ്യേണ്ടത്, അടുത്ത 1 മാസം എന്ത് ചെയ്യണം, അടുത്ത 2 മാസം എന്ത് ചെയ്യണം, അടുത്ത 6 മന്ത്സ് നിങ്ങൾ എന്ത് ചെയ്യണം. അങ്ങനെ ഒരു 6 മന്ത്സ് പ്ലാനിങ് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള ഒരു സ്റ്റെപ്പ് ആവുകയാണ്. പിന്നെ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ആ ഗോളിലേക്ക് പോകാൻ വേണ്ടി ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടാൻ കഴിയും. ഒപ്പം മോട്ടിവേഷൻ ഇല്ല എന്നുള്ള പരാതിയും തീരും. മനസ്സിലായോ? അപ്പോൾ ഇതൊന്ന് ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കുക. മറ്റൊരാളും വരില്ല നമ്മളെ തള്ളാൻ. നമ്മൾ വീണ് കിടക്കുന്ന കാണാനേ ഉള്ളൂ എല്ലാവരും. മുന്നോട്ട് പോവുക, നമ്മുടെ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ഓടിച്ച് കാണിച്ച് കൊടുക്കണം ഓരോരുത്തരുടെ അടുത്തും. അതായിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും മറുപടി. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ പാലിക്കുക. വളരെ വളരെ നല്ല ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നിങ്ങൾ മാറുക. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ അടിച്ച് പൊളിക്കുക. നമുക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ മക്കളെ, അത് നിങ്ങൾ അടിച്ച് പൊളിക്കുക. മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഞാൻ ഭയങ്കര ശക്തിയായിട്ടുള്ള ഒരാളാണ്, ഞാൻ ദിവസവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, എനിക്ക് എല്ലാ കാര്യങ്ങളെയും അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, യൂണിവേഴ്സ് എനിക്ക് എന്തെല്ലാമോ ശക്തികൾ തന്നിട്ടുണ്ട്, ഞാൻ ആ ശക്തികളെല്ലാം എൻ്റെ നന്മയ്ക്കായി ഉപയോഗിക്കുന്നു, ഐ ആം എ മാഗ്നറ്റിക് പേഴ്സണാലിറ്റി. ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, നിങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുക. ഇതെല്ലാം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുക. ജീവിതത്തിൽ എന്നെന്നും വിജയമുണ്ടാവട്ടെ. ഇന്ദുസിൻ്റെ പ്രാർത്ഥനയും ആശംസയും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടിൽ ദെൻ ബൈ.